നമ്മൾ പബ്ലിക് സ്പീക്കിംഗ് ഒരു കാര്യം മനസ്സിലായില്ലേ? അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ കോണ്ടന്റ് മാത്രം വന്നാൽ പോരാ. പബ്ലിക് സ്പീക്കിങ്ങിന് ആളുകൾക്ക് നമ്മൾ ഇഷ്ടപ്പെടണമെങ്കിൽ, ആളുകൾക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ, ആളുകൾ നമ്മളെ ശ്രദ്ധിച്ചിരിക്കണമെങ്കിൽ പേരൻസ് നിർബന്ധമായിട്ടും കുട്ടികളെ നിങ്ങൾ കോണ്ടന്റ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. ചിലപ്പം അവന് പ്രസന്റേഷനും അതുപോലെ തന്നെ അവന്റെ പബ്ലിക് സ്പീക്കിങ്ങിന് പോകുമ്പോഴൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? അവരെ ഗസ്റ്റേഴ്സ്, നമ്മുടെ ചില ആംഗ്യ ഭാഷകളൊക്കെ ഉപയോഗിച്ച് അവരുടെ ബോഡി ലാംഗ്വേജ് കൂടെ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ പേടിയുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ കണ്ടിട്ടില്ലേ, കൈയൊക്കെ നമ്മൾ ഇങ്ങനെ ആക്കിയിട്ടും ഇങ്ങനെ ബാക്കിലേക്ക് വെച്ചിട്ടും പോക്കറ്റിലേക്ക് വെച്ചിട്ടും ടവലൊക്കെ ഇങ്ങനെ പിഴിയും നമ്മൾ പേടിച്ചിട്ട്. ശരിക്കും നമ്മളെ മൈൻഡ് ഫ്രീ ആവുന്ന പോലെ തന്നെ നമ്മളെ കൈയും അതുപോലെ തന്നെ നമ്മൾ മൊത്തം ഫ്രീ ആവണം നമ്മൾ പബ്ലിക് സ്പീക്കിംഗ് സംസാരിക്കുമ്പോൾ. നമ്മുടെ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും പബ്ലിക് സ്പീക്കിംഗ് പഠിപ്പിക്കുമ്പോൾ അതിൽ ഗസ്റ്റേഴ്സിന്റെ പ്രാധാന്യം പറയണം. കാരണം നമ്മളെ കുട്ടികൾ നാളെ